നമ്മുടെ ഡെയിലി ഡ്രൈവിംഗ് റുട്ടീനിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മെയിൻ ഫീച്ചറിൽ ഒന്നായിരിക്കുന്നു ഇപ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ, അതുപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ. ഇത് പല പ്രീമിയം വണ്ടികളിലും മുമ്പ് ഇല്ലാത്തൊരു ഫീച്ചറായിരുന്നു. സോ ഇതെല്ലാവർക്കും ഇത് വേണം എന്ന ആഗ്രഹമുള്ള ഒരു ഫീച്ചറും കൂടിയാണ്. സോ ഇത് നമുക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വണ്ടിയിൽ നമുക്ക് ഉള്ളതുപോലെ തന്നെ നമുക്ക് എങ്ങനെ അതൊക്കെ ആഡ് ചെയ്യാം നമുക്ക് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത് 2017 മോഡല് ഒരു മെഴ്സിഡീസ് GLC ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് കസ്റ്റമർക്ക് ആവശ്യം ഇതേപോലെ സെയിം ഇതായിരുന്നു. ആൾക്ക് എല്ലാ ഇൻബിൽഡ് ഫീച്ചേഴ്സ് ഒന്നും തന്നെ പോവാതെ ആൾക്ക് അതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, അതുപോലെ ആപ്പിൾ കാർപ്ലേ ആൾക്ക് വേണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അതിന് ഒരു പുതിയ ബ്രാൻഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഫോക്സ്വാഗൻ ബ്രാൻഡാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ അതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഫങ്ഷൻസ്, എന്താണ് ഫങ്ഷൻസ് നമുക്ക് നോക്കാം. ഇതായിരുന്നു ഇതിൻ്റെ മുമ്പത്തെ ഡിസ്പ്ലേ വരുന്നത്. ക്യൂട്ടാണ് കാണാൻ, 7 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വന്നിരുന്നത്. പക്ഷെ എന്നാൽ പോലും കസ്റ്റമർക്ക് ആവശ്യം എന്ന് പറഞ്ഞ പോലെ ആൻഡ്രോയിഡ് ഓട്ടോ അല്ലെങ്കിൽ 360 വരുമ്പോൾ ഇത്രയ്ക്ക് പോരാ, നമുക്ക് കുറച്ചും വലിയ ഡിസ്പ്ലേ വേണം. അപ്പോൾ അതിന് നമുക്കൊരു 10.25 വരുന്ന ഇഞ്ചിൻ്റെ നമ്മൾ സ്റ്റീരിയോ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനീഷ്യലി എടുക്കുമ്പോൾ തന്നെ ബ്ലൂടൂത്ത് കാണാം, നാവിഗേഷൻ കാണാം, മ്യൂസിക് കാണാം, അതുപോലെ തന്നെ അതിൻ്റെ ലിങ്ക് വരുന്നുണ്ട്, ആപ്പിൾ ലിങ്ക് വരുന്നുണ്ട്, ആപ്സ് വരുന്നുണ്ട്, മൈക്കാർ വരുന്നുണ്ട്. എന്താണ് മൈക്കാർ ഞാൻ പറഞ്ഞുതരാം. വീഡിയോ സെറ്റപ്പ്, ഡാഷ്ബോർഡ്, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇതിലെ ഈ മൈക്കാർ ക്ലിക്ക് ചെയ്താലാണ് നമുക്കിതിലെ ഇൻബിൽഡ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നത്. നമുക്ക് മാറ്റാൻ എന്താണ് വണ്ടിയുടെ ഓപ്ഷൻസ്, വണ്ടിയുടെ സെറ്റിങ്സ്, എന്തൊക്കെ, എത്ര കിലോമീറ്റർ വണ്ടി ഓടി, ഇനി എത്രയ്ക്കുള്ള ഫ്യൂവൽ ഉണ്ട്, എല്ലാം അറിയുന്നത് നമുക്ക് മൈക്കാറിലാണ് വരുന്നത്. അത് തന്നെ നമുക്ക് ജസ്റ്റ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. നാവിഗേഷൻ അത് ഇൻബിൽഡ് വരുന്ന നാവിഗേഷൻ ആയിരുന്നു, അതൊന്നും പോയിട്ടില്ല, എല്ലാം അതുപോലെ തന്നെ ഉണ്ട്. മീഡിയ, നമ്മൾ ഫോൺ കണക്ട് ചെയ്യുന്നത്, വെഹിക്കിളിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് എന്താണ് ഇപ്പോൾ വണ്ടിയുടെ കണ്ടീഷൻ എന്താണ്, എല്ലാം അറിയുന്ന ഓപ്ഷൻസ് വരുന്നത് നമുക്ക് മൈക്കാറിലാണ് വരുന്നത്. ബാക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെഹിക്കിൾ ഡാഷ്ബോർഡ് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഈ വണ്ടി ഓടിക്കുന്നവർക്ക് ഇത്തിരി കൂടി ഒരു കാണുമ്പോൾ എന്തൂസിയാസ് ആയിട്ടുള്ള വരുന്ന ഒരു പോയിന്റ് അതായിരിക്കും. അതിൽ RP മീറ്റർ കാണാം, വണ്ടിയുടെ എത്ര കിലോമീറ്ററിൽ പോകുന്നത് കാണാം, എല്ലാ ഫീച്ചേഴ്സും അതേപോലെ തന്നെ അതിലുണ്ട്. അത് നമുക്ക് എങ്ങനെ കളർ ചേഞ്ച് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് മാറ്റിയിടാം. ഒരു സ്പോർട്ടി ആയിട്ടുള്ളത് വേണോ, ക്ലാസിക് ആയിട്ടുള്ളത് വേണോ, നമുക്ക് ഏത് ഫീച്ചറിലും വേണമെങ്കിൽ മാറ്റിയിടാം. പിന്നെ കസ്റ്റമർ പറഞ്ഞൊരു പോയിന്റ് ഇതായിരുന്നു, അവർക്ക് 360 ഡിഗ്രി ക്യാമറ വേണം എന്നുള്ള കാര്യം. അപ്പോൾ 360 ഡിഗ്രി ക്യാമറ ഫിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കാലിബ്രേഷൻ, അതൊക്കെ മെയിൻ അതിൽ ഘടകമാണ്. അപ്പോൾ ഇതെല്ലാം അതിൽ കറക്റ്റായിട്ട് എങ്ങനെയാണോ ഒരു OEM കൊടുക്കുന്നത് അതേപോലെ തന്നെ എല്ലാം ഇതിൽ ഇൻബിൽഡ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ വയർ കട്ടിങ്ങോ ടാമറിങ്ങോ ഒന്നും ഇതിൽ വരുന്നില്ല, എല്ലാം പക്കയാണ്, എല്ലാം കപ്പിൾ ടു കപ്പിളാണ്. സോ ഇൻ കേസ് കസ്റ്റമർക്ക് ഇനി ഫ്യൂച്ചറിൽ ഇത് വേണ്ട, ഇത് ഒഴിവാക്കാം എന്ന് പറഞ്ഞാലും പഴയ പോലെ തന്നെ ആക്കണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു 1 hour മതി. ഇതിൻ്റെ കൂടെ തന്നെ പിന്നെ കസ്റ്റമർ പറഞ്ഞൊരു ആവശ്യമായിരുന്നു മാറ്റ് വേണം എന്നുള്ള കാര്യം. സോ നമ്മൾ പ്രീമിയം കസ്റ്റമേഴ്സിന് എപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് 3D മാറ്റ്സ് ആണ്. കാരണം അതിൻ്റെ കാണാൻ ക്ലാസ് ലുക്കും എപ്പോഴും ആ 3D മാറ്റിനെ കിട്ടുള്ളൂ. സോ ഇത് നമ്മൾ 3D മാറ്റ് കൂടി നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ GLCയിലെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു വണ്ടിയും പോയി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്.